Find out the direction of the magnetic field and force experienced in the figure. എന്നാണ് ചോദ്യം. അപ്പം ചോദ്യത്തിൽ ഇങ്ങനെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ തന്നിരിക്കുക. ഓക്കെ, ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 1. അതായത് ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഇങ്ങനെ ഒരു ഡയറക്ഷനിലാണ്. ഓക്കെ, അതായത് മുകളിൽ നിന്ന് താഴേക്ക് വരുവാണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് ആയത് ചോദ്യം. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്? എങ്ങോട്ടാ ട്രീസ? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത് ഇലക്ട്രോണിന്റെ ഡയറക്ഷനാണ് അല്ലേ? അപ്പൊ നമ്മള് ഒന്നെങ്കിൽ നമുക്കറിയാം മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. അല്ലെങ്കിൽ നമുക്കറിയാം ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, ഇത് രണ്ടിലാണേലും കറണ്ടിന്റെ ഡയറക്ഷൻ വേണം അല്ലേ? കറണ്ട് ഇപ്പം റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ആണ്, എൻ്റെ കൈ നോക്കി ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ തമ്പിന്റെ ഡയറക്ഷന് കറണ്ട് പോവുകയാണെങ്കിൽ കേൾഡ് ഫിംഗറിന്റെ ഡയറക്ഷനിലായിരിക്കും ഏത് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇലക്ട്രോൺ താഴത്തേക്ക് പോകുന്നു എന്ന് പടത്തിൽ കാണിച്ച കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നന്നായിട്ട് ചിന്തിക്കണേ ചോദ്യമൊക്കെ. കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് ഇവിടെ? ഒരു വരയാണ് ഞാൻ ചുമ്മാ സെപ്പറേറ്റ് ആയിട്ടൊരു വര വരച്ചു കഴിഞ്ഞാല് കറണ്ടിന്റെ ഡയറക്ഷൻ മുകളിലേക്കായിരിക്കും അല്ലേ? അതായത് ഇലക്ട്രോണിന്റെ ഡയറക്ഷന്, ഇലക്ട്രോണിന്റെ ഫ്ലോയുടെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ടിന്റെ ഫ്ലോയുടെ ഡയറക്ഷൻ. ഇലക്ട്രോണിന്റെ ഇതിപ്പം -x ആക്സിസിലേക്ക് വരുവാണെങ്കിൽ, അല്ലെ -y ആക്സിസിലേക്ക് താഴേക്ക് -y ആക്സിസിലേക്ക് വരുവാണെങ്കിൽ കറണ്ട് ഐയുടെ ഡയറക്ഷൻ മുകളിലേക്കായിരിക്കും. ഇപ്പൊ നമ്മള് എന്നാ ചെയ്യണം? റൈറ്റ് ഹാൻഡിൽ ഇപ്പൊ നമ്മുടെ റൂൾ ഉപയോഗിക്കുവാണെങ്കിൽ, റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ഉപയോഗിക്കുവാണെങ്കിൽ ഇതാ ഇങ്ങനെ ഇരിക്കും. കണ്ടക്ടർ മുകളിലോട്ട് നിൽക്കുന്നത് ഈ പ്ലെയിനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് അല്ലേ? ഈ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ വരച്ചതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇങ്ങനെ വരച്ചിരുന്നു ആരേലും? ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ആൻസർ ശരിയാണെങ്കിൽ ശരി കൊടുക്കുക. അതൊന്നെങ്കിൽ മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂളിന് എഴുതിയിരിക്കണം, അല്ലെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്നുണ്ടായിരിക്കണം. എന്നിട്ട് ഇങ്ങനെ എഴുതണം. ഒന്നെങ്കിൽ ഫിഗർ വരച്ച് മാർക്ക് ചെയ്യണം, അല്ല ചുമ്മാ എന്തെങ്കിലും ഒരു സെന്റൻസ് ആയിട്ട് എഴുതി വെക്കരുത് കേട്ടോ. എന്നുവെച്ചാൽ അത് പറഞ്ഞാൽ മനസ്സിലാവൂല. ഇനി ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാന്ന് നോക്കണം. നോക്കി, കറണ്ട് മുകളിലോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഒരു വശത്തോട്ടാണെങ്കിൽ നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ഞാൻ പറഞ്ഞാണ് ഫോഴ്സ് ഫെഡറൽ, ബി മാഗ്നറ്റിക് ഫീൽഡ്, ഐ കറണ്ട്. അപ്പൊ കറണ്ട് മുകളിലോട്ടാണ് അല്ലേ? അപ്പം ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട് എന്ന് പറയുമ്പം ഫോഴ്സ് നോക്കിയേ ഇങ്ങനെ ഈ പ്ലെയിൻ ഓഫ് ദ പേപ്പറിലോട്ടല്ലേ വന്നെ അല്ലേ? ഒന്ന് മുകളിലോട്ട്, ഒന്ന് -x +x ഡയറക്ഷനിലാണെങ്കിൽ നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ +y -y ഡയറക്ഷനിലാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫോഴ്സ് ഒരു ഫ്രീലി മൂവബിൾ ആയ ഒരു ബോഡി വെക്കുവാണെങ്കിൽ അത് ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയ ഡയറക്ഷനിൽ മോഷനിൽ ഏർപ്പെടും. So this is the direction of the magnetic force. So x - x, the brown line, this is the direction of the magnetic field,
This is the direction of the magnetic force. കണ്ട ഒരു ചെറിയ ചോദ്യമാണെന്ന് തോന്നും. ചോദ്യം വളരെ ശ്രദ്ധിക്കണം. ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ ആണ് വരച്ചിരിക്കുന്നത്. ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ കറണ്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്ന് ആദ്യം അറിയണം. കറണ്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ആയ ഏതിലും വരയ്ക്കാം. അതിന്റെ പെർപെൻഡിക്കുലർ ആയ ഈ ഡയറക്ഷനെ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ എക്സും വൈയും പോയി കഴിഞ്ഞാൽ പിന്നെ പേപ്പറിനെ തുളച്ച് കയറുന്ന ഡയറക്ഷൻ ഒന്നെങ്കിൽ ഇൻറ്റു ദ പേപ്പർ അല്ലെങ്കിൽ from the paper, from the plane of paper or into the plane of the paper. That is the direction of the magnetic force. Clear? അലീന ആൻസർ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് നോക്കൂ. വൈദ്യുത പ്രവാഹ ദിശയും കാന്തിക മണ്ഡലത്തിന്റെ ദിശയും കാന്തിക ബലത്തിന്റെ ദിശയും ലംബ ദിശയിലായിരിക്കുന്നു വേണ്ട, പിന്നെ ലംബമായിരിക്കും. ഇതിന്റെ അർത്ഥം മൂന്നും പെർപെൻഡിക്കുലർ ആണെന്നുള്ള കൺസെപ്റ്റ് മാത്രമേ എഴുതിയുള്ളൂ. അതും ഓരോ ചോദ്യം സെപ്പറേറ്റ് ആയിട്ടുള്ളതിന്റെ ആൻസറുമായിട്ട് ഇച്ചിരിയോടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് പറഞ്ഞ പോലെ ഇലക്ട്രോൺ താഴ്ത്തോട്ടാണ് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം. ഇലക്ട്രോൺ താഴത്തേക്കാണ് ഒഴുകുന്നതെങ്കിൽ കറണ്ട് തന്നിനോ? ഇല്ല. അപ്പൊ അത് നമ്മൾ ആദ്യം തന്നെ എഴുതണം. ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഈസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രോൺ എന്ന് പറഞ്ഞ് മുകളിലേക്ക് വരയ്ക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഐയുടെ ഡയറക്ഷൻ കിട്ടി. ഇനി ഓപ്ഷൻ എയില് ഒന്നെങ്കിൽ ഇപ്പം മാക്സ്വെൽസിന്റെ വലത് കൈ നിയമപ്രകാരം അത് പറഞ്ഞ തമ്പ് റൂൾ എങ്ങനെയാ? മാക്സ്വെൽസിന്റെ പെരുവിരൽ നിയമപ്രകാരം എന്ന് മലയാളത്തിൽ പറയും. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ അനുസരിച്ച് കറണ്ട് എങ്ങോട്ടാണോ അതിന്റെ പെർപെൻഡിക്കുലർ വിരൽ ചുറ്റും ബി ഡയറക്ഷനോട്ട് വരും. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അത്ര എഴുതിയാൽ എയുടെ ഉത്തരമായി. ഇനി ബിയിലേക്ക് വേണം എന്നുവെച്ചാൽ ഇത് രണ്ട് റൂളും ഉപയോഗിക്കാൻ വേണ്ടിയായി ചോദ്യം. അത് രണ്ടും എഴുതാതെ ഒരു സെന്റൻസ് ആയിട്ട് എഴുതി വെക്കില്ല. ബി വരുമ്പോ എന്ത് പറ്റി? ഫോഴ്സ് വന്നു. ഫോഴ്സ് വരുമ്പോ ഏത് റൂളാണ്? ഫ്ലെമിങ്സിന്റെ ഇടത് കൈ നിയമപ്രകാരം എഫ്, ബി, ഐ എന്നിവ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇവിടെ ബിയും ഐയും ഉണ്ട്. ഐ മുകളിലോട്ട്, ബി വലത്തേക്കാണെങ്കിൽ ഇതിന്റെ രണ്ടിനെയും തുളഞ്ഞു കയറി പോകുന്ന പ്ലെയിൻ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എഴുതിയേക്കുന്ന ബോർഡിനകത്തോട്ടുള്ള പ്ലെയിൻ അല്ലെ ബോർഡിന് പുറത്തേക്കുള്ള പ്ലെയിനിലായിരിക്കും ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഇത്ര എഴുതിയാലല്ലേ കൃത്യത്തിൽ ആൻസർ തീരുവുള്ളൂ. ഇങ്ങനെ എഴുതാത്തതുകൊണ്ടാണ് നമുക്ക് അതിന്റെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ നമ്മളത് വളരെ കൃത്യമായിട്ട് അത് എഴുതി വെക്കണം കേട്ടോ. ഒരു സെന്റൻസിൽ വൈദ്യുത പ്രവാഹ ദിശയും കാന്തിക മണ്ഡലത്തിന്റെ ദിശയും അങ്ങനെ എഴുതിയാൽ അതൊരു പൂർണ്ണമായിട്ടുള്ള ആൻസർ അല്ല. ഓക്കെ, മനസ്സിലായല്ലോ? വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് ഈസ് മീൻ ബൈ ഇലക്ട്രോമാഗ്നെറ്റ്? ആൻസർ എന്നാ? ഇലക്ട്രോമാഗ്നെറ്റ് എന്ന് പറയുന്നതിന്റെ ഡെഫിനേഷൻ എടുത്ത്. സർക്കുലർ കോയിൽ അതിന്റെ നടുക്ക് എന്ത് വെച്ചിരിക്കണം? ഒരു സോഫ്റ്റ് അയൺ കോർ നിർബന്ധമാണ്. ഒരു സോഫ്റ്റ് അയൺ കോറിന് ചുറ്റും ഇൻസുലേറ്റഡ് ആയിട്ടുള്ള എന്നായും ഒരു കോയില്, സർക്കുലർ കോയില് ഒരു വയറ് ചുറ്റിയിട്ട് നമ്മൾ എന്നാ ചെയ്യണം? അതിലേക്ക് ഒരു കറണ്ട് കടത്തി വിടണം. അപ്പൊ എന്നാ ചെയ്യും? ഈ സോഫ്റ്റ് അയൺ ഒരു ടെമ്പററി മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ആക്ച്വലി ദിസ് ഈസ് കോൾഡ് ഇലക്ട്രോമാഗ്നെറ്റ്. സോ when a soft iron is placed inside the circular coil of a conductor, when the current is passing through that coil, a magnetic field is developed and this soft iron acts as a temporary magnet. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു പച്ചിരുമ്പ് കോറിന് ചുറ്റും ആ ഹെലിക്കൽ എന്നുള്ളതിന്റെ എങ്ങനെയാ മലയാളം? ഹെലിക്കൽ എന്നുള്ളതിനൊരു സർക്കിൾ ആകൃതിയില്
ഒരു കമ്പിച്ചൂറിൽ ചുറ്റി വെച്ചിട്ട് അതിലൂടെ കറണ്ട് കടത്തിവിടുമ്പോൾ ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവും. ആ ഉപകരണത്തിനെയാണ് നമ്മൾ വൈദ്യുത കാന്തം എന്ന് പറയുന്നത്. എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കൊടുത്തേ, 2 മാർക്ക്. Then distinguish between bar magnet and electromagnet. ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെർമനന്റ് മാഗ്നറ്റാ അല്ലേ, സ്ഥിരകാന്തമാണ്. പിന്നെ അതിന്റെ പോള്, നോർത്ത് പോൾ എവിടെയാണോ സൗത്ത് പോൾ എവിടെയാണോ അത് അവിടെ തന്നെ ആയിരിക്കും, ഒരു മാറ്റം. സോ ദ പോൾസ് ആർ പെർമനന്റ് പോൾസ് ഓർ ധ്രുവങ്ങൾ സ്ഥിരമാണ്. ഇനി മൂന്നാമൊരു പോയിന്റ് ഉണ്ട്, നമുക്ക് ഈ ദിശ മാറ്റാൻ പറ്റും അല്ലേ. ക്ലോക്ക് വൈസ് ആണെങ്കിൽ കറണ്ട് കടന്നു പോകുന്ന ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമുക്കറിയാം എസ് എഴുതി ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്ന പോലെയാണ് പോകുന്നത്, ദാറ്റ് ഈസ് സൗത്ത് പോൾ. ഇനി ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എൻ എഴുതി ബാക്കി എഴുതിക്കൊണ്ട് പോകുന്നതിന് ഇക്വലന്റ് ആണ്, ദാറ്റ് ഈസ് നോർത്ത് പോൾ. അങ്ങനെ വൈദ്യുത പ്രവാഹത്തിന്റെ എന്നാ പറയണേ ഡയറക്ഷൻ അനുസരിച്ച് അതിന്റെ പോളുകൾക്ക് മാറ്റം വരുത്താം. ഇനി എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? ഇറ്റ്സ് എ പെർമനന്റ് മാഗ്നറ്റ്. ഇതിന്റെ നോർത്ത് ആൻഡ് സൗത്ത് പെർമനന്റ് ആണ്. വൈദ്യുത പ്രവാഹത്തിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ഇത് മാറ്റാൻ പറ്റും. ഇനി ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ കറണ്ട് കൊടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് എ ടെമ്പററി മാഗ്നറ്റ്. പറഞ്ഞോ. കാന്തത്തിന്റെ കാന്തശക്തി വൈദ്യുത പ്രവാഹ ദിശയ്ക്കനുസരിച്ച് മാറ്റം വരുത്താൻ കഴിയില്ല എന്നല്ലേ? അയ്യോ, നമ്മൾ പറഞ്ഞ തിരിഞ്ഞു പോയല്ലേ, സോറി. ഇത് ബാർ മാഗ്നറ്റ് ആണ്. ഈ പോയിന്റ് ഇപ്പറേ വരും കേട്ടോ. ഇത് ബാർ മാഗ്നറ്റ് ആണ്. വൈദ്യുത പ്രവാഹത്തിന്റെ ആവശ്യമേ അവിടെ ഇല്ല. എവിടെയാണോ അതിന്റെ നോർത്ത് പോൾ, എവിടെയാണോ അതിന്റെ സൗത്ത് പോൾ, അതിനൊരു മാറ്റവും വരുത്താൻ പറ്റില്ല. ഗുഡ്. അപ്പം ഇലക്ട്രോ മാഗ്നറ്റ് ഒരു ടെമ്പററി മാഗ്നറ്റ് ആണ്. പിന്നെ എന്നാണ് അതിന്റെ ധ്രുവങ്ങൾ ഇപ്പൊ നോക്കിയേ, ഇതാണ് നമ്മൾ പറഞ്ഞത്. ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത്, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത്. അപ്പൊ അതിന്റെ നോർത്ത് സൗത്ത് പോളുകൾ ഒരിക്കലും സ്ഥിരമല്ല. പിന്നെയോ കറണ്ട് കൂട്ടിക്കഴിഞ്ഞാലേ ഇതിന്റെ ഇത് കൂട്ടത്തില്ലേ, നമുക്ക് കറണ്ട് കൂട്ടിക്കഴിഞ്ഞാല് സ്ട്രെങ്ത് കൂട്ടത്തില്ലേ മാഗ്നറ്റിന്റെ. സോ ബൈ ഇൻക്രീസിങ് അല്ലെങ്കിൽ by increasing the current intensity we can increase the strength of the magnet. അല്ലെങ്കിൽ കാന്തശക്തി വൈദ്യുത പ്രവാഹത്തിന്റെ തീവ്രത അനുസരിച്ച് മാറ്റും. വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ കറണ്ട് ഇന്റൻസിറ്റി കൂടിയാൽ കൂടുതൽ ശക്തിയുള്ള മാഗ്നറ്റായി മാറും, കുറഞ്ഞാൽ കുറവ് ശക്തിയുള്ള മാഗ്നറ്റായി മാറും. കുറച്ച് മാഗ്നറ്റിക് ഫീൽഡേ ഉണ്ടാവുള്ളൂ, അല്ലെ കുറച്ച് മാഗ്നറ്റിക് ഫോഴ്സേ ഉണ്ടാവും. അപ്പോൾ വേണേ 1, 2, 3 ഇപ്പൊ പറഞ്ഞ കറണ്ടിന്റെ ഇന്റൻസിറ്റി ഉള്ള പോയിന്റോടെ കൂട്ടി 4 പോയിന്റ് എഴുതാൻ പറ്റും കേട്ടോ. എഴുതിയിട്ടുണ്ടോ? 2 3 പോയിന്റ് വെച്ചിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അതിന് മാർക്ക് കൊടുത്തേരും. അതിന് മാർക്ക് കൊടുത്തേരും കേട്ടോ. നോ പ്രോബ്ലം. എത്രയാ? 2 മാർക്ക് കൊടുത്തു. ആദ്യത്തെ എഴുതിയായിരുന്നോ സോളിനോയിഡിനും, അതിന് 2 മാർക്ക്. ഇലക്ട്രോ മാഗ്നറ്റിനും കൊടുത്തേര്, ഇതിനും കൊടുത്തേര്. ടോട്ടൽ 4 മാർക്ക്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ആദ്യത്തേന് 2 മാർക്ക്, രണ്ടാമത്തേന് 2 മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 3. എന്നായിരുന്നു ചോദ്യം 3? In a split ring commutator of DC motor, semi-circular rings are used. What is the need for this? അതായത് ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ആർമേച്ചർ കോയിൽ ഇങ്ങനെ ഇരിക്കുക അല്ലേ. ആർമേച്ചർ കോയിലിന്റെ ഈ വശം, സോറി അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇരിക്കുന്ന ആർമേച്ചർ കോയിലിന്റെ ഈ വശത്ത് നമുക്കറിയാം സ്പ്ലിറ്റ് റിങ്സ് വരും.
ഇനി ഈ ആർമേച്ചർ കോയിലിന്റെ ഈ രണ്ട് വശത്തും ഓരോ സ്പ്ലിറ്റ് റിങ്സ് വരും, ശരിയല്ലേ? ഈ സ്പ്ലിറ്റ് റിങ്സ് വേറെ കൊണ്ടുവരും. ഒന്ന് കൃത്യം പകുതി സർക്കിളും അടുത്തത് കൃത്യം പകുതി സർക്കിളുമായിട്ട് കൊടുത്തിരിക്കുന്നതിന്റെ കാരണം ഇവിടെ ഒരു ബ്രഷ് ഉണ്ട്, ഇവിടെ ഒരു ഗ്രാഫൈറ്റ് ബ്രഷ് ഉണ്ട്, സ്ലിറ്റ് S1, ഇത് സ്ലിറ്റ് S2. എന്തിനാണ് ഇത് രണ്ടും ഹാഫ് സർക്കിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്? എന്തിനാ പറഞ്ഞേ? ശരിക്കുള്ള ഉത്തരം ഇതാണ്. ആദ്യം കറണ്ട് ഈ ഡയറക്ഷനിൽ ഒഴുകണേ, A B C D. ABCD ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുമ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് നിയമപ്രകാരം കറണ്ട് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു ഫോഴ്സ് താഴേക്ക് അനുഭവപ്പെട്ടെന്നിരിക്കട്ടെ, താഴേക്ക് ഈ വശം താന്നു. അപ്പൊ തിരിച്ചു വരുവാണെങ്കിൽ ഈ വശത്ത് എങ്ങനെ ഉണ്ടാവും? ഈ വശം ഫ്രീലി മൂവിങ് ആയതുകൊണ്ട് മുകളിലോട്ട് വരും. അപ്പൊ എന്നാ പറ്റും? ഒരു വശം താന്നു, ഒരു വശം മുകളിലോട്ട്, ഇങ്ങനെ കറങ്ങും അല്ലേ? ഇങ്ങനെ കറങ്ങി അപ്പുറം ഇപ്പുറയും വരുമ്പം S2 ഇപ്പറയാകും, S1 ഇപ്പറയാകും. ഇതാണ് ഇതിവിടെ ആവശ്യം. ഇതിലെ കറണ്ട് ഇങ്ങനെ പോയി. ആദ്യം പോയ കറണ്ടിന്റെ ഡയറക്ഷൻ ഏതായിരുന്നു? ABCD. അല്ലെങ്കിൽ S1 കയറിയേച്ച് ABCDയിലൂടെ കയറി S2 പോകും. ഇത് പകുതിയായിട്ട് കൊടുക്കുന്നതിന്റെ കാരണം ഇതാണ്. വീണ്ടും അതിനെ ബാക്കി കറക്കിക്കൊണ്ട് വരാൻ S2 ഇപ്പുറത്ത് വശത്താകുമ്പം S2 ഇപ്പറേ വന്നു, B C B A S1 ഈ ഡയറക്ഷനിൽ കറണ്ട് പോകണം. എങ്കിൽ മാത്രമേ ഒരു കംപ്ലീറ്റ് സർക്കിൾ റൊട്ടേഷൻ ആർമേച്ചർ കോയിലിന് പോസിബിൾ ആകും. അങ്ങനെ കറണ്ട് ഒഴുകുന്നതിന്റെ ഡയറക്ഷൻ വേരി ചെയ്യിപ്പിക്കാം. ടു ചേഞ്ച് the direction of flow of current ഹാഫ് സർക്കിൾ പോർഷൻ ആയിട്ടുള്ള സ്ലിറ്റുകൾ ഉപയോഗിച്ചു. മനസ്സിലായ ആൻസർ? എന്തിനാണ് ഉപയോഗിച്ചത്? കറങ്ങി ഇപ്പറേ വരുമ്പം കറണ്ടിന്റെ ഡയറക്ഷൻ മാറണം. ചുമ്മാ കറങ്ങാൻ എഴുതരുത്, മുകളും താളും തരതിരിക്കാൻ എഴുതല്, ചുമ്മാ കറങ്ങി നടക്കാൻ എഴുതരുത്. കൃത്യ ഉത്തരം ഇതാണ്. S1 ABCD S2 പോയ കറണ്ട് S2 DCBയെ S1 വരുമ്പം ഇവിടെ ഏത് ഭാഗമാണ് താഴത്തോട്ട് താഴുന്നത്? ഒരു ഭാഗം താഴും, ഒരു ഭാഗം പൊങ്ങും. ഇവിടെ വരുമ്പം താഴ്ന്ന ഭാഗം പൊങ്ങും, മറ്റേ ഭാഗം താഴും. അതായത് ആദ്യം ഇങ്ങനെ ഇരുന്നു, ഇവൻ താഴത്തേക്ക് ആദ്യം ഇത് പൊങ്ങി, പിന്നെ എന്നാ ചെയ്യും? കറങ്ങി ഇപ്പറേ ഇങ്ങനെ വരും. അപ്പൊ ഇങ്ങനെ 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 റൊട്ടേഷൻ പോസിബിൾ ആവും. അങ്ങനെ അത് തുടർച്ചയായിട്ട് കറങ്ങി ഒരു മോട്ടറിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെ എഴുതി വെച്ചോ. According to the rotation of armature coil, if split rings are used, the direction of flow of current in the armature coil also varied. In this way
a continuous rotation of the DC motor is possible. അതിനെ എങ്ങനെ നോട്ട് ചെയ്തോ? രണ്ട് എങ്ങനെയുള്ള സ്ലിപ്പ് റിങ്സ് എന്നാ പറഞ്ഞ സ്പ്ലിറ്റ് റിങ്സ് എന്നാ പറഞ്ഞ മലയാളം എങ്ങനെയാ പറഞ്ഞ നമ്മള്? അർത്ഥം അല്ലേ? ഇവിടെ നമ്മള് DC മോട്ടറില് അർത്ഥവൃത്താകൃതിയിലുള്ള അല്ലെ, സെമി സർക്കിൾ അങ്ങനെ പറഞ്ഞാൽ അർത്ഥവൃത്താകൃതിയിലുള്ള സ്പ്ലിറ്റ് റിങ്സ് ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുമ്പോൾ സ്പ്ലിറ്റ് റിങ്സ് റൊട്ടേറ്റ് ചെയ്യുകയും അവയുടെ സ്ഥാനം പരസ്പരം മാറുകയും ചെയ്യും. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകും. അതിനുശേഷം ഒഴുകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ അപ്പൊ വ്യത്യാസപ്പെടും. ഇങ്ങോട്ടാ പോയെങ്കിൽ ABCD ആയിരുന്നെങ്കിൽ ഈ വശം ഇപ്പുറം വരുമ്പോൾ DCBA ആവും. അപ്പോൾ ഒഴുകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ മാറും. അങ്ങനെ ആർമേച്ചർ കോയിൽ ഒരു പൂർണ്ണ ഭ്രമണം തരും, അല്ലെങ്കിൽ ഒരു പൂർണ്ണ ഭ്രമണം അല്ലെങ്കിൽ കണ്ടിന്യൂസ് തുടർച്ചയായിട്ടുള്ള ഭ്രമണം തരും. ഓക്കെ, ക്ലിയർ? ഒന്നുകൂടെ കേട്ട് നോക്കണം. ഞാൻ സെൻഡ് ചെയ്തേക്കാം. സമയം പോലെ ഒന്നുകൂടെ കേട്ട് നോക്കണം. നല്ല ഉത്തരാണ്, അതങ്ങനെ തന്നെ എഴുതാൻ ശ്രമിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. A current carrying solenoid is stretched to increase the distance between the coils. നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ ഇരുന്ന ഇപ്പം 1, 2, 3, 4 ചുറ്റുള്ള ഒരെണ്ണം എടുത്ത് വെച്ച് വലിച്ചങ്ങ് നീട്ടി സ്ട്രെച്ച് ചെയ്തു. അല്ലെങ്കിൽ കമ്പിക്ക് അകലം കിട്ടാൻ വേണ്ടി വേണം കുറച്ചുകൂടെ വണ്ണം കൂട്ടി ഇങ്ങനെ 1, 2, 3, 4 ഇങ്ങനെ വലുതാക്കിയവനെ, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇവിടെ നോക്കി, ഇതിനകത്ത് നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? കറണ്ട് കടന്നു പോവുകയാണെങ്കിൽ ഫീൽഡ് ലൈൻസ് ഉണ്ടാകും അല്ലെ? 1, 2, 3, 4 ഇങ്ങനെയാണ് 4 ഫീൽഡ് ലൈൻ എങ്കിൽ ഇവിടെ വരുമ്പോൾ അതെങ്ങനെ പറ്റും? ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ 1, 2 ശ്രദ്ധിച്ചിരിക്കണം, എങ്ങനെയൊന്നും എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 3, 4 ഇങ്ങനെയാണെങ്കിലോ 1, 2, 3, 4. അപ്പൊ നോക്കി, മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പെർ യൂണിറ്റ് ഏരിയ എന്നാ അതിന്റെ അർത്ഥം. ഒരു യൂണിറ്റ് ഏരിയ എടുക്കുവാണെങ്കിൽ ആ യൂണിറ്റ് ഏരിയയിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡുകളുടെയാണ്. ഇപ്പൊ ഇത്രയും ഒരു ഏരിയ എടുത്ത് ഇവിടെ, അത്രയും തന്നെ ഒരു ഏരിയ ഇവിടെ എടുത്തു, അത്രയും തന്നെ ഒരു ഏരിയ ഇവിടെ എടുത്തു. ഇതിനകത്തോടെ എത്ര എണ്ണം കടന്നു പോകും? 2 മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് കടന്നു പോകാം അല്ലെ? ഇതിനകത്തോടെ 1 അല്ലെ 1.5 കടന്നു പോകാം. ഇച്ചിരി അടുപ്പം വരച്ചാൽ തെറ്റിപ്പോയതിന്റെ. ഇവിടെ പക്ഷെ എന്നാ പറ്റുള്ളൂ? ഒരെണ്ണത്തിനെ കടന്നു പോകും. അപ്പൊ അതിന്റെ അർത്ഥം എന്നാണ്? ഒരു സോളിനോയിഡ് അതിന്റെ ഈ കമ്പിച്ചുരുളുകൾ തമ്മിലുള്ള അകലം കൂട്ടാൻ വേണ്ടി ഇങ്ങനെ വലുതാക്കി വണ്ണം കൂട്ടിയെടുക്കുകയോ അല്ലെ വലിച്ചു നീട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ, ഈ റേഡിയസ് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അല്ലാതെ വലിച്ചു നീട്ടി കഴിഞ്ഞാൽ എന്ത് പറ്റും? ദ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഡിക്രീസ്ഡ്. എഴുതിയായിരുന്നു ആരെങ്കിലും ആൻസർ?
സോളിനോയിഡിനെ മണ്ഡലം കുറയുന്നു. കാന്തിക മണ്ഡലം കുറയുവാണ്. കാന്തിക കാന്തിക മണ്ഡലത്തിന്റെ കാന്തിക മണ്ഡലം ഡിക്രീസ് ചെയ്യും. എന്തുകൊണ്ടാണ്? യൂണിറ്റ് ഏരിയയിലെ കാന്തിക ബലരേഖകളുടെ എണ്ണം കുറയുന്നു. അങ്ങനെ പറയുന്നു. യൂണിറ്റ് ഏരിയ എടുക്കുമ്പോൾ യൂണിറ്റ് ഏരിയയിലെ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞ വാക്ക് നിർബന്ധമാണ് അവിടെ. അത് എഴുതിയിട്ടില്ലേ മാർക്കൊന്നും ശരിക്കും തരാൻ പറ്റില്ല. യൂണിറ്റ് ഏരിയയിലെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കുറയുന്നത് കൊണ്ട് മാഗ്നറ്റിക് ഇന്റൻസിറ്റി കുറയുന്നു. ദാറ്റ് ഈസ് ദ ആൻസർ ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ എത്രയായിരുന്നത്? 4. നിങ്ങൾ എന്നെ എഴുതിയിരിക്കണേ. എപ്പോഴെങ്കിലും മാഗ്നറ്റിക് ഫോഴ്സ് ലൈൻസ് വളരെ അടുത്താണെങ്കിൽ അവിടെ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതൽ. ഇപ്പൊ ഇങ്ങനെ ഒരു പടം തന്നെ ഇങ്ങനെ കുറെ ലൈൻസ് ഇങ്ങനെ വരച്ചു, ഒരു സ്ഥലം നോർത്ത് സൗത്ത്, വേറെ ഒരെണ്ണം ഇങ്ങനെ അകത്തി വരച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതിനാണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതൽ എന്ന് ചോദിച്ചാൽ ഏതിനാ ഉത്തരം? ആദ്യത്തെ ചിത്രത്തിനാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതൽ അല്ലേ? കാരണം എന്താണ്? യൂണിറ്റ് ഏരിയയിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫോഴ്സ് ലൈൻസിന്റെ എണ്ണം കൂടുതലാണ്. യൂണിറ്റ് ഏരിയയിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫോഴ്സ് ലൈൻസിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാല് അതിന്റെ മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 5. നമ്പർ 5 വായിച്ചേ. സ്റ്റേറ്റ് ദ മോട്ടോർ റൂൾ, അല്ലെങ്കിൽ മോട്ടറിന്റെ പ്രവർത്തനത്തെ എഴുതുക. ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദ കറന്റ് ഇൻ ദ കണ്ടക്ടർ and the magnetic field are the same, in which way will the conductor move? ആദ്യം മോട്ടറിന്റെ പ്രവർത്തനത്വം പറയണം. എന്നാണ് മോട്ടറിന്റെ പ്രവർത്തനത്വം? ഞാൻ ആദ്യം ഒന്ന് പറയാം. അതായത് ഒരു ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയും അതിലൂടെ ഒരു കറണ്ട് പോവുകയും ചെയ്യുവാണെങ്കിൽ അത് ഫ്രീ ആയി മൂവ് ചെയ്യും അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാം? ഒരു സ്വതന്ത്രമായി ചലിക്കാൻ പറ്റുന്ന ഒരു ചാലകം കാന്തിക മണ്ഡലത്തിൽ വെക്കണം. അല്ലെ, കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുന്ന ഒരു ചാലകത്തിലൂടെ കറണ്ട് പോയി കഴിഞ്ഞാൽ അതിലൊരു ബലം ഉണ്ടാവുകയും അനുഭവപ്പെടുകയും ആ ചാലകം ചലിക്കുകയും ചെയ്യുന്നു. 2 മാർക്ക് കൊടുത്തു. ഇനി ഇങ്ങനെയെങ്കിൽ മോട്ടറിനകത്ത് രണ്ടാമത് പറഞ്ഞിരിക്കുകയാണ് എന്നാ പറ്റിയ കണ്ടക്ടർ ഡയറക്ഷൻ ഓഫ് ദ കറന്റ് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ സെയിം. രണ്ടിന്റെയും ഡയറക്ഷൻ ഒരുപോലെയാണ്, ഒരേ ഡയറക്ഷനിലാണ്. അപ്പം ഡയറക്ഷൻ ഓഫ് ദ കറന്റ് ഇങ്ങനെ ഇങ്ങോട്ട് കിടക്കുക, ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട് കിടക്കുക. അപ്പൊ ഫോഴ്സ് എങ്ങോട്ടുണ്ടാവും? ഫോഴ്സ് ഒരിക്കലും എങ്ങോട്ടും ഉണ്ടാവില്ല അല്ലേ? നമ്മൾ ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് പ്രിൻസിപ്പിൾ എന്നാ പറഞ്ഞേ? കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്തുണ്ടാവുള്ളൂ? അതിന് പെർപെൻഡിക്കുലർ ആയ ഒരു ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യും. ഇപ്പം നമ്മൾ നോക്കിയാല് ഇങ്ങനെ കറണ്ട് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ അതിന് രണ്ടും പെർപെൻഡിക്കുലർ ആയ ഇസഡ് ഡയറക്ഷനിൽ ഇങ്ങോട്ട് മാത്രമേ എന്തുണ്ടാവുള്ളൂ? കാന്തിക ബലം ഉണ്ടാവൂ. അപ്പം ഇത് രണ്ടും ഒരേ ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ അതൊരു മോട്ടറായി പ്രവർത്തിക്കുവോ? ഇല്ല. ഇറ്റ് ഡസ് നോട്ട് ബി വർക്ക് ആസ് എ മോട്ടർ. അല്ലെങ്കിൽ അതൊരു വെരി ഗുഡ്, മോട്ടർ പ്രവർത്തിക്കില്ല. കാരണം ലെമിങ്സിന്റെ ഇടതുകൈ നിയമപ്രകാരം കറണ്ടിന്റെ ദിശയും കാന്തിക മണ്ഡലത്തിന്റെ ദിശയും ലംബമായിരിക്കും എന്നല്ല, ലംബമാണെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ആ ചാലകത്തിന് ചലിക്കാൻ പറ്റുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവുള്ളൂ, അല്ലെ ഒരു ബലം ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് അവിടെ ഒരു കാന്തിക ബലം ഉണ്ടാകുന്നില്ല.
അതുകൊണ്ട് ആ കണ്ടക്ടർ ചലിക്കില്ല. ആ മോട്ടറിന്റെ കറങ്ങേണ്ട ആർമേച്ചർ കോയിൽ കറങ്ങി, അല്ലെങ്കിൽ മോട്ടോർ പ്രവർത്തിക്കില്ല. ക്ലിയർ ആയല്ലോ? സംശയമൊന്നുമില്ലല്ലോ? ക്വസ്റ്റ്യൻ നമ്പർ 6. ചോദ്യം എന്നാണ്? ചോദ്യം എന്നാന്ന് പറയാവോ? ഒരു പടം തന്നിരുന്നല്ലേ? ഒരു പടം ABCD എന്ന് വെച്ച് പിയിൽ നിന്ന് ക്യൂവിലേക്ക് കറണ്ട് പോവുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ABCD ABCD ഇങ്ങനെ തന്നെയായിരുന്നു. ABCD മാറ്റി വരച്ചാൽ മൊത്തം തെറ്റും. അതുകൊണ്ട് ചോദിച്ചു. ഇവിടെ മുതൽ ഇവിടം വരെയും പി ഇവിടുന്ന് തുളഞ്ഞു കയറി പേപ്പറിനകത്തോടെ അല്ലെങ്കിൽ കാർഡ്ബോർഡിനകത്തോടെ തുളഞ്ഞു കയറുന്നത് പി ക്യൂ. ഇതാണ്. പിയിൽ നിന്ന് ക്യൂവിലേക്കാണ് കറണ്ടിന്റെ ഡയറക്ഷൻ എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? നമ്മൾ എന്നാ ചെയ്യണം? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എടുത്ത് തലകുത്തി പിടിച്ചു നോക്കിയേ. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടാ? ഇത് ഇങ്ങോട്ടല്ലേ? അതെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഡയറക്ഷൻ ഈസ് ABCD ഡയറക്ഷൻ. അതെങ്ങനെയായിരിക്കും? ക്ലോക്ക് വൈസ് ആയിരിക്കും അല്ലേ? ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് ഏത് പോളായിട്ട് വേണേ ആക്ട് ചെയ്യാം? It will be act as a south pole. മുഴുവൻ മാർക്ക് കൂട്ടാട്ടോ. 2 മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 7. കാന്തിക മണ്ഡലത്തിന് വേറെ ചോദ്യം ഉണ്ടോ? സോറി. നമ്പർ 7. കുറച്ച് കാര്യങ്ങൾ തന്നിരിക്കുകയാണ്, കുറച്ച് പാർട്സ് തന്നിരിക്കുകയാണ്. അതിനകത്ത് ഓട ആരാണ്? വോയിസ് കോയിൽ, ഫീൽഡ് മാഗ്നറ്റ്, സ്ലിപ്പ് റിംഗ്സ്, ആർമേച്ചർ. ഏതാണ്? വോയിസ് കോയിൽ അല്ലേ? വോയിസ് കോയിൽ ഏതിന്റെ പാർട്ടാണ്? ലൗഡ് സ്പീക്കർ അല്ലേ? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ ഭാഗം. സിമ്പിൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക്. ശരി കൊടുത്തേര്. ഫീൽഡ് കാന്തം ഏതാ? ഫീൽഡ് കാന്തവും മറ്റേ ലൗഡ് സ്പീക്കറിന്റെ അല്ലേ? അതല്ല കേട്ടോ. അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ സംശയം ചോദിക്കും. ഈ N and S നമ്മൾ മോട്ടറിൽ എഴുതിയാലേ അതെന്നാ? ധ്രുവങ്ങള്. മോട്ടർ വരയ്ക്കുമ്പോ ഇതെന്നാ? NS എന്നാ? ഇത് ആക്ച്വലി ഫീൽഡ് കാന്ത കേട്ടോ. ധ്രുവങ്ങളാ NS. അതൊരു മാഗ്നറ്റിന്റെ ധ്രുവം അല്ലേ? അപ്പൊ ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോള്. ഇത് ഫീൽഡ് മാഗ്നറ്റ് ആട്ടോ. ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ കോയില്, മൂന്നാമേതാ? സ്ലിപ്പ് റിംഗ്സോ സ്പ്ലിറ്റ് റിംഗ്സ്. ഇത് മൂന്നും മോട്ടറിന്റെ ഭാഗങ്ങളാണ്. ഫീൽഡ് കാന്തം ശരിക്കും രണ്ടിലും വരുന്നുണ്ട് അല്ലേ? മറ്റടുത്ത് നമ്മൾ ഇങ്ങനെ പറഞ്ഞു വെച്ച് ഇങ്ങനെ വരച്ച് ഇത് ഫീൽഡ് മാഗ്നറ്റ് എന്ന് പറയും. ഫീൽഡ് മാഗ്നറ്റ്, ഇത് ഫീൽഡ് മാഗ്നറ്റ്. ഇത് നമ്മുടെ സോഫ്റ്റ് അയൺ. ഇതിന്റെ ചുറ്റും ഇങ്ങനെ ഇവിടെ വോയിസ് കോയിൽ വരും, ഇവിടെയും വോയിസ് കോയിൽ വരും. അപ്പൊ ഈ രണ്ടിലും ഫീൽഡ് മാഗ്നറ്റ് രണ്ടിലും ഉണ്ട്. ഇതിൽ ആർമേച്ചർ ഉണ്ട്, ഇതിൽ സ്പ്ലിറ്റ് റിംഗ്സ് ഉണ്ട്. പിന്നെ വ്യത്യസ്തമായ ഇവന്റെ ഈ ഒരു ഭാഗം ഏത്? വോയിസ് കോയിൽ. ആൻസർ അങ്ങനെ ക്ലിയർ ആയി ശ്രദ്ധിച്ച് ചെയ്യണം. അലീന 1/2 മാർക്ക് ഇട്ടാൽ മതി കേട്ടോ. 2 എഴുതിയായിരുന്നല്ലോ. അല്ല, ഞാൻ എഴുതിയത് സ്ലിപ്പ് റിംഗ് എന്നാ. സ്ലിപ്പ് റിംഗ്സ് എഴുതാൻ കാരണം എന്നാ? അതെന്നാന്നറിയാവോ? സ്പ്ലിറ്റ് റിംഗ്സും സ്ലിപ്പ് റിംഗ്സും. സ്ലിപ്പ് റിംഗ്സ് നിങ്ങൾ കേട്ടിട്ടില്ല. അത് DC മോട്ടർ ആകുമ്പോഴത്തേന് AC മോട്ടർ ആകുമ്പോൾ സ്ലിപ്പ് റിംഗ്സ് വരും കേട്ടോ. അത് മൂന്നും ശരിക്കും മോട്ടറിന്റെ ഭാഗമാണ്. ആർമേച്ചർ, സ്ലിപ്പ് റിംഗ്സ്, ഫീൽഡ് മാഗ്നറ്റ്, ഇത് മൂന്നും മോട്ടറിന്റെ ഭാഗമാണ്. അതിന്റെ ഉത്തരം വോയിസ് കോയിലാണ്. വോയിസ് കോയിൽ ഈസ് ദ പാർട്ട് ഓഫ് എ മൈക്രോഫോൺ.
സോറി, ലൗഡ് സ്പീക്കർ. ആൻസർ വോയിസ് കോയിൽ. ഇത് ഒരു ലൗഡ് സ്പീക്കറിന്റെ ഭാഗമാണ്. ക്വസ്റ്റ്യൻ 7 എന്നാണ്? 7 പറഞ്ഞ മറ്റേ ക്വസ്റ്റ്യൻ നമ്പർ 8 പറ. വിച്ച് എഫക്റ്റ്, ഇലക്ട്രിസിറ്റിയുടെ ഏത് എഫക്റ്റ് ആണ് സോളിനോയിഡിൽ ഉപയോഗിക്കുന്നത്? കാന്തിക ഫലം. കാന്തിക ഫലം. ഏത് ഫലം ഉപയോഗിക്കുന്നത്? മാഗ്നറ്റിക് എഫക്റ്റ് ഓർ കാന്തിക ഫലം. ഇനി ഹീറ്റിംഗ് കോയിൽ ആണെങ്കിലോ? ഹീറ്റിംഗ് എഫക്റ്റ്. ചുമ്മാ ഓർക്കുന്നില്ലേ? ഫ്യൂസ് വയർ ആണെങ്കിലോ? ഹീറ്റിംഗ് എഫക്റ്റ്. അങ്ങനെ കുറെ എക്സാമ്പിൾ. ഏതിലാണ് ഹീറ്റിംഗ് എഫക്റ്റ് വരുന്നത്, ഏതിലാണ് മാഗ്നറ്റിക് എഫക്റ്റ് വരുന്നത് എന്നെ അറിയണം കേട്ടോ. തീർന്നില്ലല്ലോ. സോളിനോയിഡ് എന്നാന്നോട് ചോദിച്ചില്ലേ? നോക്കാവോ? ആ, ഏതാ ചോദ്യം? 7ന്റെ ആൻസർ ആണോ? അല്ല 8ന്റെ. 8ന്റെ നോക്കാട്ടോ ഒരു സെക്കൻഡ്. വിച്ച് ആർ ദ കമ്പോണൻസ് ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടർ? അറിയാം, ഇലക്ട്രിക് മോട്ടറിന്റെ ഭാഗങ്ങളെല്ലാം പറഞ്ഞ്. അവിടെ ആരും ABCD ആർമേച്ചർ കോയിൽ എഴുതി വെക്കല്ലേ. ABCD പടം വരച്ചാലല്ലേ എഴുതാൻ പറ്റുള്ളൂ കുട്ടികളെ. ആർമേച്ചർ കോയിൽ, ഫീൽഡ് കാന്തം, റൊട്ടേഷൻ ആക്സിസ് ഒക്കെ തെറ്റാ. സ്പ്ലിറ്റ് റിംഗ്സ്, പിന്നെ എന്നാ ബ്രഷസ്. 4 ഭാഗമല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അല്ലെ, ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യണം, നല്ലേ അത് കറങ്ങാൻ കറണ്ട് കയറുള്ളൂ. അപ്പൊ ഫീൽഡ് കാന്തം, ആർമേച്ചർ കോയിൽ, സ്പ്ലിറ്റ് റിംഗ്സ്, ഗ്രാഫൈറ്റ് ബ്രഷ്, പിന്നെ അപ്ലൈഡ് വോൾട്ടേജ്. ഇനി വേണേ നമ്മൾ ആ ടെക്സ്റ്റ് കിടക്കുന്ന പോലെ ഇനി വേണേ ബ്രാക്കറ്റിലോ അല്ലെ ഇതിന് താഴത്തോട്ടായിട്ടൊക്കെ വേണേ ABCDയുടെ നേരെ XYZ റൊട്ടേഷൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ പടം കൊടുക്കണം, അല്ലാതെ ആവൂല കേട്ടോ. ബി എല്ലാം എഴുതിയിട്ടുണ്ട്. 2 മാർക്ക് കൊടുത്തത്. XY പ്ലെയിൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 1/2 മാർക്ക് ട്രീസ് കുറച്ച് തരും. ഗ്രാഫൈറ്റ് ബ്രഷ് മതി. B1 B2 ഗ്രാഫൈറ്റ് ബ്രഷ്, R1 R2 സ്പ്ലിറ്റ് റിംഗ്, XY മോട്ടോർ. ഞാൻ പറയുന്നത് ABCD RF എന്ന് RS എന്നൊക്കെ എഴുതണമെങ്കിൽ അത് പടം വരച്ച് മാർക്ക് ചെയ്ത് തരികയാണ്. അല്ലാത്തതിന് പേര് മാത്രം എഴുതിയാൽ മതി കേട്ടോ. മാർക്ക് കിട്ടും, 2 പേരും മുഴുവൻ മാർക്ക് കിട്ടും. നോ പ്രോബ്ലം. 2 മാർക്ക് കൊടുക്കും. ഇനി വാട്ട് ഈസ് ആർമേച്ചർ കോയിൽ? ഒരു കാന്തിക മണ്ഡലത്തിലിരിക്കുന്ന സ്വതന്ത്രമായി ചലിക്കുന്ന ചാലകമാണ് ആർമേച്ചർ. അതാണ് ഏറ്റവും സിമ്പിൾ. പ്ലീസ് എഴുതി കരുതിയ സെന്റൻസ്. An armature coil, an armature is the coil. എഴുതിയോ? wound around a soft iron core. Wound around a soft iron core. Which is suspended such that it can rotate freely. ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പിച്ചുരുള് ഒരു സോഫ്റ്റ് അയൺ കോറിന് ചുറ്റും ചുറ്റിയതിനെയാണ് നമ്മൾ ആർമേച്ചർ കോയിൽ എന്ന് പറയുന്നത്. ഹലോ ഹലോ, കേൾക്കാമായിരുന്നോ? ഇല്ലല്ലോ. ഇങ്ങനെ ഒരു സർക്യൂട്ട് തന്നിരുന്നാൽ ഏത് പോളാണ്? നമുക്കറിയാം ഇവിടെ കറണ്ട് ഇങ്ങനെ കയറി ഇങ്ങനെ വരുക അല്ലേ. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്.
ഇവിടെയോ കേറി ഇറങ്ങി പോവാം. അപ്പം ഈ ഡയറക്ഷൻ രണ്ടും ഒന്നായി പോയോ? എന്തെങ്കിലും പറ്റിയോ? പടം വരച്ച് തെറ്റിയോ? A south pole, നമുക്ക് അങ്ങനെ വരച്ച് കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് കറങ്ങും, ഇങ്ങോട്ട് കറങ്ങും. അപ്പൊ ഈ വശം വരുമ്പം അത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇറങ്ങി കമ്പിച്ചുള്ളി വരയ്ക്കണ്ടല്ലേ, ഇങ്ങനെ ഇറങ്ങിപ്പോ എന്നിന്റെ രീതി വരും. അത് പ്രത്യേകിച്ച് ആ പടം വരച്ചതിന്റെ ഒരു മിസ്റ്റേക്ക് ആണ്. സർക്കുലർ ലൂപ്പിലോട്ട് ക്ലോക്ക് വൈസിൽ ഒരു കറണ്ട് കയറുവാണെങ്കിൽ അത് സൗത്ത് പോളും, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു കറണ്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നോർത്ത് പോളും ആയി. നിങ്ങൾ അങ്ങനെയാണ് എഴുതിയേ? എ സൗത്ത് വരും. നിങ്ങൾ എങ്ങനെ എഴുതിയേ? എ ഇങ്ങനെയല്ലേ കറങ്ങി വന്ന പിള്ളേരെ? അത് ക്ലോക്ക് വൈസ് ആണ്. എ സൗത്ത് ആട്ടോ, ബി നോർത്ത്. ഇന്നത്തെ ചോദ്യമാണ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം. ഇങ്ങനെയുള്ള ഒരു മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാം? ഓരോന്ന് പറഞ്ഞേ. കമ്പിച്ചുരുളിന്റെ എണ്ണം കൂട്ടാം. 2 തീവ്രത കൂട്ടാം. കറണ്ട് ഇന്റൻസിറ്റി വർദ്ധിപ്പിക്കുക. 3 ഇതിനിടയ്ക്ക് ഒരു സോളിനോയിഡിനുള്ളിൽ കോറായി പച്ചിരുമ്പ് ഉപയോഗിക്കുക. ഒരു പച്ചിരുമ്പ് വെക്കുക, അല്ലെ ഒരു സോഫ്റ്റ് അയൺ വെക്കുക. കോറിന്റെ ചേതന വിസ്തീർണം കൂട്ടുക. കോറിന്റെ അല്ലെങ്കിൽ പച്ചിരുമ്പ് കോറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കും. എഴുതിയായിരുന്നോ ട്രീസ് എല്ലാ പോയിന്റും? ഇപ്പൊ എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ 10 വരെയുള്ളത്? ഓരോന്നിന്റെ മാർക്ക് ഉണ്ടല്ലോ. 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 21, 23, 25, 27, 29, 31, 33 ഉള്ളു അല്ലേ? 33. നോക്കിയേ ഓരോ പേപ്പറിലെ ആൻസർ നോക്കിയേ.